സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ബ്ലാക്ക് ബോയ്സ്. സോ ഗൈസ് നമ്മളിന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ഇന്ന് നമുക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫല്ല, നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഇത്രയും നേരം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ, ഇനി ഓഫ്ലൈൻ ക്ലാസ് അല്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ലൂലൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ നമുക്ക് അങ്ങോട്ട് പോകണം. സോ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ റെഡിയാണ്. എൻ്റേതായിട്ടുള്ളൊരു പൗച്ചാണ്. എൻ്റേതായിട്ട് എനിക്കൊരു പൗച്ചുണ്ട്. എൻ്റെ പേര് ഞാനിവിടെ അഭിഷേകിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രയറായിട്ട് ഞാൻ കുറേ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സോ നമുക്ക് ഈ കളിയിൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഇറേസറാണ്. ഇവിടെ കണ്ട ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ വെച്ചാൽ അപ്പോൾ കണ്ടില്ലേ, ഒരു ഫുട്ബോളിൻ്റെ രീതിക്കുള്ളൊരു ഇറേസറുണ്ട് ഗൈസ്. പിന്നെ വേറെ ആയിട്ട് വരുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് പെന്നാണ്. ഇത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കണ്ടുണ്ടാവും. ഈ പെന്നല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഒരു ജെൽ പെൻ പോലെ ഉണ്ടാവും കാണാൻ, പക്ഷെ അതൊരു ജെൽ പെന്നല്ല. കണ്ട ഇതല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ് പെന്ന്. വേറെ ഒന്നുണ്ട്, ഇത് കുറച്ചും കൂടി ഗ്ലിറ്റർ, ഇങ്ങനെ ഇലൂഷൻ പോലെ ഉണ്ട്. പിന്നെ വേറെ ആയിട്ട് ഞാൻ മേടിച്ചതെന്ന് പറയുന്നത് ഒരു വൈറ്റ്നറൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അവിടെ ഒരു ബ്ലൂ കളർ സാധനമാണ്. എൻ്റെ ആ ഷർട്ട് നോക്കി എടുത്ത ആ ഷർട്ടിൻ്റെ ഉണ്ടേസ് നമുക്ക് നോക്കട്ടെ. ഇതാണ് കേട്ടോ സാധനം, കാണുന്നുണ്ടോ? ഇതാ ക്ലിയർ ആക്കി തരാം. അതെ, ഇത് ഞാനിപ്പോൾ മേടിച്ചതെന്ന് പറയുന്നത് ലൂലൂന്നാണ് എനിക്കിപ്പോൾ കിട്ടിയത്, ഉമ്മൽക്കൻ ലൂലൂന്ന്. കാരണം അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് നമ്മളിതിൻ്റെ മൂടി തുറക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കയ്യിലല്ല കേട്ടോ, വൈറ്റ്നർ പോലെ നമുക്കിത് യൂസ് ചെയ്യാം. ലൈക്ക് ഇത് വരയ്ക്കുമ്പോൾ നമ്മുടെ വൈറ്റ്നർ പോലത്തെ സാധനങ്ങൾക്ക് പുറത്ത് വരും. വൈറ്റ്നർ ഇല്ല, ഇതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഒരു മെക്കാനിക്കൽ ടേപ്പാണ് കേട്ടോ. പിന്നെ അടുത്തതായി ഞാൻ മേടിക്കുന്നത് ഒരുപാട് പെന്ന് അല്ല, ഈ ഗ്ലിറ്ററി പെന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഗ്ലിറ്ററി ഷാർപ്പനറാണ് കേട്ടോ എനിക്കത്. അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ ഇട്ടും കിട്ടും, അതുപോലെ തന്നെ ഗ്ലിറ്റർ പെന്നിൻ്റെ കൂടിയും ഇങ്ങനെ ഇത് കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറയുന്നത് ഒരു സിംഗിൾ പെന്നാണ്. ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും അഡീഷണലാണ്. നമ്മുടെ ഇവിടെ വെന്താങ്ക അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. നമ്മൾ 2 കളറാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്, ബ്ലാക്കും ബ്ലൂവും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സിംഗിൾ നോർമൽ പെന്നും മേടിച്ചിട്ടുണ്ട്. ഇതായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിളിൻ്റെ കയ്യിൽ ഉണ്ടാവുക. നമ്മളിത് മേടിച്ചിട്ടുള്ളത് ഇതെല്ലാതും ലുലുമാൾ തന്നെ കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടുന്ന സാധനമൊക്കെ കാണാൻ പറ്റും, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഡ്രസ്സ് ഇടുന്നതാണ് ഇട്ടുകൊണ്ട് പറ്റിയിട്ടൊക്കെ. പിന്നെ ഈ കളിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കൂളിൽ എഴുതിയ ഒരു ചെറിയ നോട്ട്ബുക്കാണ് കേട്ടോ. ഇതിലേക്കൊരു ഡയറി പോലെ തന്നെ അയൺമാൻ്റെ ബുക്ക്. ഇതിപ്പോൾ പഴക്കം പിടിച്ചു കേട്ടോ, ഒരുപാട് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇന്നത്തെ പേപ്പർ ഇപ്പോഴും നല്ല ക്ലിയറാണ്. ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ വേണ്ട, എല്ലാം നല്ല ക്ലിയറായിട്ട് ബ്ലാങ്കാണ്. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ സ്കൂളിൽ എനിക്ക് കിട്ടുന്ന ടൈം ടേബിളൊക്കെ ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്. എന്നെ ഫുള്ള് കാണിക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് ഏത് സ്കൂളിൽ നിന്ന് മനസ്സിലാവും ചിലപ്പോട്ടെ. പിന്നെ എൻ്റെ കയ്യിലൊരു പെൻസിലും കൂടി ഉണ്ട്. ഇതും ഒരെണ്ണമായിട്ട് മേടിച്ചതാണ്, പക്ഷേ ഇതിൻ്റെ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് നോക്കി എൻ്റെ ഇറേസറൊക്കെ താഴ്ന്നൊരു പരിവായി പോയിട്ട് എനിക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത്രയ്ക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് എൻ്റെ സ്റ്റേഷനറീസ്, എനിക്ക് കുറേ കാർഡുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ സാധനത്തിലുള്ള പൗച്ച് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ മറ്റേ ഇതുണ്ട് കേട്ടോ, എൻ്റെ ഹെയർ സ്റ്റൈൽ നല്ലല്ലേ, ഞാൻ വേറൊരു സാധനമുണ്ട്, അതെടുത്തിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്കായിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രോയിങ്, ഒരു 3D ഡ്രോയിങ്ങും, അതുപോലെ തന്നെ എൻ്റെ ഒരു 2 കാർഡ്. എനിക്ക് ഒരു പാക്ക് ഉണ്ട്, അത് ഞാൻ ചിലപ്പോൾ ഒരു കാർഡ് ഞാൻ ഗിവ് അവേ തരുന്നതാണ്. അല്ല, ഗിവ് അവേ ഇല്ല, അതെൻ്റെ കട ഒരിക്കലും തരില്ല. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ എൻ്റെ 3D പിക്ചർ ഞാൻ 3D ആണ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു 3D പോരാ, പക്ഷെ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നോക്കിയേ ചെറിയൊരു 3D രൂപം വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് ഇങ്ങനെയൊക്കെ കാണിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. എനിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കിട്ടുന്നത് പറയുന്നത് ഒരു പിക്കാച്ചൂടെ തന്നെ 2 പിക്കാച്ചൂടെ ഗോൾഡൻ കാർഡും പിന്നെ ഒരു സിൽവർ കാർഡുമാണ്. വെറും
പവറും സിംഗറൈസും ഇവർക്ക് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ നോക്കട്ടെ പിക്കാച്ചു മെഗാ ഡിയാൻസ് ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് പവർ ഇവിടെ എഴുതിയിട്ടില്ല. പവർ വേണമല്ലോ. അതെ ഇവിടെ ഉണ്ട്. പവർ പിക്കാച്ചു വെയറിംഗ് സ്കിൻ ഓഫ് മെഗാ ഡിയാൻസ് പിക്കാച്ചു കോസ്പ്ലേ അതാണ് ഓൺലി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇത് പിക്കച്ചു വി മാക്സ് ആണ് കേട്ടോ. വി മാക്സ് എനിക്ക് ഇതിൻ്റെ ഗീഗച്ചാടുള്ള ചാർസാഡിൻ്റെ ഉണ്ട്. ഇതിൻ്റെ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എനർജി ഫ്രം ഇതിനും നോർമൽ പിക്കച്ചുടെ പോലെ ഡിഫൻസ് ആണ് കേട്ടോ. ഇത് ഇലക്ട്രിക് ഡിഫൻസ് ആണ്. പിന്നെ ഇതിങ്ങനെ ലൈറ്റ്സിൽ വെച്ചാൽ ഇതിങ്ങനെ കണ്ട ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് പറഞ്ഞ പോലെ നമുക്ക് തോന്നും. പിന്നെ അടുത്തതായിട്ട് എൻ്റെ റൂമിലത്തെ മുഴുവൻ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റേതായിട്ടുള്ള എൻ്റെ റൂമുണ്ട്. ആ റൂമിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും. സോ വിറ്റ് ആൻഡ് സീ. ഇപ്പം തന്നെ എൻ്റെ റൂം അലങ്കോലായിട്ട് കിടക്കുകയാണ്. കാരണം എൻ്റെ റൂം ലൈക്ക് എന്നെ മോള് മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ടേക്കാണ്. നമ്മളുടെ ഡോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ ക്യാമ്പിങ്ങിൽ എന്തെങ്കിലും ഒടിഞ്ഞോ ഇല്ലല്ലോ. ഞാൻ നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ ഇത് ട്രാൻസ്പെറൻ്റ് ആവുന്നതാണ്. നോക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടില്ല. ചൂട് ഡ്രസ്സ് വേണേ. നോട്ട് ദാറ്റ് മച്ച് സർപ്രൈസ് ഫോർ മീ. പിന്നെ വേറൊരു വീഡിയോയിൽ എൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഡോൾ അതാണ് നമ്മളെടുത്ത് കീറിക്കളഞ്ഞ് വേസ്റ്റ് ബെല്ലിട്ടു. ഇത് ഞാൻ അപ്പുറം കാര്യം ചെയ്തിരിക്കും. പിന്നെ അവിടെ ഒരു സാധനം ഉണ്ട് കാണിച്ചു തരാവേ. ഒരു ഡേയ്സ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ഇത് നിങ്ങൾക്ക് പെറ്റിനെ മേടിച്ചു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നവീൻ അങ്ങനെ എന്തോ ആളാന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയോ പറഞ്ഞത് നവീനല്ല, പേരറിയില്ല. ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്രോന് പെറ്റൊന്നുമില്ല ഡോഗാണൊക്കെ ആയിട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പെറ്റില്ല, പെറ്റ് മേടിക്കുന്നുണ്ട്, ഡോഗാണ്. ഒരു നല്ല ഫ്ലഫിയുള്ള മറ്റേ ഒരു റെഡ് കളർത്തെ ഒരു ഡോഗ് ഇല്ലേ, റെഡല്ല റെഡ് നിങ്ങളുടെ ഡോളില്ലേ, ഒരു ബ്രൗൺ കളർ ഷെയ്ഡുള്ളൊരു വലിയ ഡോഗ് അങ്ങനെ മേടിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ അടുത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്, പക്ഷെ എന്നെ മേടിക്കാൻ അപ്പം ശ്രമിക്കില്ല. എൻ്റെ സേവിങ്സ് കൊണ്ട് ഞാൻ അത് മേടിച്ചിരിക്കും. എൻ്റെ സേവിങ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ സേവിങ് ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വലുതുണ്ട്, അത് ഫാമിലിക്കുള്ള സേവിങ് ആണ്. പക്ഷെ ഇത് എനിക്കും എൻ്റെ മോൾക്കുള്ള സേവിങ് ആണ്. ഇപ്പം പോയാൽ ഒരു പെറ്റിന് മേടിക്കാനുള്ള സാധനമാണ് ഇത്. നമ്മുടെ ദുബായ് എന്തത് മൈ ഫേവറേറ്റ് ദുബായിൽ നിന്ന് എന്തോ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ ദുബായ് ബുർജ് ഖലീഫ എന്നൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അവിടെ ഇട്ട് നമ്മൾ കോയിൻ ഇടുന്നു, താഴെ നമ്മൾ തുറക്കുന്നു, കത്തിത്തൊട്ട് വെട്ടുന്നു, ഗറ്റാനയുണ്ട് ഒറ്റ വിട്ട് മണിപ്പുറത്തേക്ക് ചടുന്നു, കുയിലെടുക്കുന്നു, പെറ്റിന് മേടിക്കുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. ഇത് വർക്കാവാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു നമ്മൾ വേണ്ട. ഓക്കെ, ഞാൻ ഇന്നലെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ മാറിയിട്ടില്ല. കണ്ടോ, എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് എനിക്ക് വേറൊരു വിഷമമായിരുന്നു. അതാണ് ഞാൻ ഡ്രസ്സ് മാറാൻ മറന്നു പോയി. ഇന്നലെ രാത്രി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണ് കിടന്നിറങ്ങിയതും. നമ്മളിങ്ങനെ പിന്നെ എൻ്റെ ചേച്ചി അവിടെ നിന്ന് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫോട്ടോക്ക് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാക്കി നമ്മുടെ വെള്ളം എടുത്ത് ഇതിൽ പിന്നെ നമ്മൾ മിക്സ് കൊടുക്കണം. ആദ്യമായിട്ട് വീഡിയോ എടുത്തിട്ട് ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ചേച്ചിയുടെ എക്സ്പ്രഷൻ ചിരിക്കട്ടോ. പിന്നെ ഫോട്ടോക്ക് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം. ഞാനങ്ങനെ എന്തോ ഫോട്ടോക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ കജ ഡയറീസ് നോക്കട്ടെ.